മുനമ്പം നിരാഹാര സമരം 41-ാം ദിവസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗം, ഈ ഒരു മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന ഉന്നതതല യോഗം ഇന്നാണ് നടക്കുന്നത്. അതിൻ്റെയും കൂടി ഒരു വാർത്ത എന്തായിരിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു മുനമ്പം ഈ നിരാഹാര സമരം ഇരിക്കുന്നവർ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് 41-ാം ദിവസം നിരാഹാര സമരത്തിൽ നമ്മൾ കണ്ട കാഴ്ച, 2 വൈദികർക്ക് പ്രത്യേക ഐക്യദാർഢ്യവുമായി 2 വൈദികരുടെ പോസ്റ്ററുകൾ ഉയർത്തിപ്പിടിച്ചാണ് ഇന്ന് ഇവർ ഇവിടെ നിരാഹാര സമരം ആയിരിക്കുന്നത്. ഒന്ന് ജോഷി മയ്യാറ്റിലച്ഛനാണ്, മറ്റത് ഫ്രാൻസിസ് താണിയത്തച്ഛൻ. കോട്ടപ്പുറം രൂപതയിലും കൊച്ചി രൂപതയിലും 2 വൈദികരാണ്. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവരോട് തന്നെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സമരത്തിൽ പ്രത്യേകമായിട്ട് 2 വൈദികരുടെ ഫോട്ടോ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരത്തിലിരിക്കുന്നത്? ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം എന്ന അച്ഛന്മാരാണ് ഇത് 2 പേരും. ഇവർക്ക് എതിരായിട്ട് ഇപ്പോൾ കേസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ എല്ലാ അച്ഛന്മാരുടെയും പേരിൽ കേസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ തുടക്കം മുതൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ അച്ഛന്മാരാണ് ഈ 2 പേര്. ഈ സമരത്തിന് ഏറ്റവും തുടക്കം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും അവർ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അത് കാരണം അവരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യണത്. ഈ എതിർകക്ഷികൾ എന്ന് ഉദ്ദേശിക്കുന്നത് വഖഫ് തന്നെ, അവരുടെ നേതൃത്വത്തിൽ. അപ്പോൾ അതിന് ഈ അച്ഛന്മാരെ ഞങ്ങളെ ഒരു കാരണവശാലും അവർക്ക് വിട്ടുകൊടുക്കുകയില്ല. ഞങ്ങൾ അവരെ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഏതറ്റം വരെ പോയാലും ശരിയാണ് ഈ സമരത്തിന് അവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളും അവർക്ക് കൂടെ തന്നെ ഏതറ്റം വരെയും ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു പ്രതീകമായിട്ടാണ് ഞങ്ങളിപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പോസ്റ്റർ ഞങ്ങൾ വെച്ചേക്കണത്. ഞങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലാണ് അവർ 2 പേർക്കും ഉള്ള സ്ഥാനം. അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. കുറച്ച് നേരത്തെ മുമ്പാണ് പിതാവ് ഇവിടുന്ന് പോയത്. അതുപോലെ ഞങ്ങളുടെ വികാരി അച്ഛനും. അപ്പം ഞങ്ങളുടെ വൈദികരെയൊക്കെ മോശമായി ചിത്രീകരിച്ച ഏത് വഖഫല്ല, അവൻ്റെ അപ്പൻ്റെ ആയാലും ശരിയാണ്, അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. അത്രേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. താണിയത്തച്ഛനെതിരെയും ജോഷിയച്ഛനെതിരെ ഏത് തരത്തിലുള്ള കേസുകളാണ്, എന്ത് തരത്തിലാണ് എടുത്തിരിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് പലയിടത്തുനിന്നും ഇവരുടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് അവർക്കെതിരെ 1-2 കേസുകളും വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ അറിയണത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് തന്നെ ഞങ്ങളും അതനുസരിച്ച് തന്നെ പ്രതികരിക്കും. ജോഷിയച്ഛൻ നമുക്കറിയാം നിങ്ങളോട് ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ് അല്ലെ ഈ ഒരു സമരത്തിന്? ആദ്യം മുതൽ ഇതേപോലെ തന്നെയുള്ള ഈ ഫ്രാൻസിസ് താണിയത്തച്ഛനുണ്ട്. അതേപോലെ ഇന്നിപ്പോ ഈ 2 അച്ഛന്മാരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മോശമാക്കാന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ പിതാവിനെയും ഞങ്ങളുടെ വികാരി അച്ഛനെയും ഒരു ഇതേമാർ തന്നെ ചീത്ത പറയൂലേ? അപ്പോൾ അതിനൊന്നും ഞങ്ങൾ അവരെ വിട്ടുകൊടുക്കില്ല. നിങ്ങൾക്കെതിരെ കേസെടുത്ത് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സമരം അത് തണുപ്പിക്കും. സമരം പൊളിക്കാനാണല്ലോ അവർ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം ഈ 41 ദിവസം ഇവിടെ വന്ന് ഞങ്ങളോട് പിന്തുണ അർപ്പിക്കുകയും ചെയ്ത ഇഷ്ടംമാരെ, കാരണം ഈ കേരളത്തിലുള്ള സകല മെത്രാന്മാരും ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള ഇതിൽ SNDPക്കാരായാലും മറ്റുള്ള ഇതിൽപ്പെട്ട ആൾക്കാരായാലും എല്ലാ വിഭാഗത്തിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമരം ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇതിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഈ പള്ളിക്കകത്ത് ഈ സമരം നടത്തുന്നത്? നിങ്ങൾക്ക് എവിടെയെങ്കിലും റോട്ടിലെവിടെയെങ്കിലും വെച്ച് കയറുന്നെങ്കിൽ ഞങ്ങളും വന്ന് പങ്കെടുക്കാമെന്ന് പറയുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയും പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുറത്തു വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ഒരു ഒച്ചപ്പാടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഒരു തല്ലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമരം അങ്ങോട്ട് തീരുമെന്ന് വിചാരിക്കണം. ഇഷ്ടംമാരെ പേര് ഈ സമൂഹത്തിൽ തന്നെ ഞങ്ങളുടെ ചുറ്റുപാടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ഈ സമരം മുന്നോട്ട് പോവുകയും ജനങ്ങളുടെ മുമ്പിൽ ഈ സമരം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പിതാക്കന്മാരും വൈദികരും വികാരി അച്ഛനൊക്കെ ഉൾപ്പെടെ ഈ സമരം ഇവിടെ വെച്ചത്. അത് കാരണമാണ് ഇപ്പോൾ അവരെ എങ്ങനെയെങ്കിലും മോശക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഈ പിന്തിരിപ്പന്മാർ നടത്തുന്നത്. അതിന് ഞങ്ങൾ ഒരിക്കലും അവരെ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ട് പിന്തുണ നൽകുകയും ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായ സംരക്ഷണം ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. വൈദ്യർക്കെതിരെ ഏത് തരത്തിലുള്ള കേസെടുത്താലും നിങ്ങൾ അതിനെതിരെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അവരെ സംരക്ഷിക്കും. എത്ര വലിയ കേസായാലും ശരിയാണ്. ആ വൈദികർന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്ന വൈദികർക്ക്, ഏത് വൈദികർക്കും എതിരെ ഇവിടെയുള്ള ഏത്
കാട്ടാളൻ വന്ന് അവർക്കെതിരെ മോശമായിട്ട് പറഞ്ഞാലും ഞങ്ങൾ ശക്തമായിട്ട് അതിനെ തന്നെ അതനുസരിച്ച് തന്നെ നേരിടും. ഞങ്ങൾക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു കടപ്പുറമൂരികളെന്ന്. അത് ഞങ്ങൾ അതൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒതുങ്ങിക്കഴിയാണ്. ഞങ്ങളെ പണ്ടത്തെ മാരെ കടപ്പുറമൂരികളെ ആക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ വഖഫിനോടും ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഞങ്ങളുടെ വൈദികരെ മോശമായി ചിത്രീകരിക്കുന്ന ഭീകരന്മാരോട് പറയാനുള്ളത്. ചേച്ചി എന്താണ് പറയാനുള്ളത്? ഇത് തന്നെ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത അധികാര സമിതിയുടെ യോഗം കൂടുന്നുണ്ട്. പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയില്ലാണ്ട് ഇരിക്കാൻ എന്തെങ്കിലും ഒരു നടപ്പ് വേണമല്ലോ. പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ എത്ര നാളാണെങ്കിലും ഇത് ഞങ്ങൾക്ക് പേപ്പർ വെറുതെ വാക്കുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അത് കിട്ടിയാൽ പോരാ. ഞങ്ങൾക്ക് അതിൻ്റെ പേപ്പറുകൾ ശരിയായി എന്നുള്ളത് അറിയണവരെ ഞങ്ങൾ ഈ സമരത്തിന് പോകും. എന്ന് മാർക്കും നിരുപകാരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനല്ല, ഇനി ഞങ്ങൾ ഉപദ്രവം തന്നെ തുടങ്ങാമെന്നുള്ളതാണ് തീരുമാനം. എന്തായാലും സമരം കടുപ്പിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതി യോഗം കൂടുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു തീരുമാനം വേണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഈ സമരം ഞങ്ങൾ ഇവിടെ ഒന്നുമല്ല, പല സ്ഥലത്തോട്ടും ഞങ്ങൾ ആക്കും. അതിനുള്ള തീരുമാനമാണ് ഞങ്ങളുടെ. ഇതിപ്പോൾ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ ഒരു ജാതി പടിയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നല്ല തീരുമാനം വേണമെന്നാണ് ഞങ്ങൾ പറയണത്. അല്ല, സർക്കാർ എടുക്കുന്ന തീരുമാനം അത് നിങ്ങൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണെങ്കിൽ മാത്രമാണ് ഇനി സമരം അവസാനിപ്പിക്കുള്ളൂ. അങ്ങനെ അത്രേ ഉള്ളു. ശാശ്വത ഒരു നല്ലൊരു പരിഹാരം വേണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സമരം ഞങ്ങൾ കൊണ്ടുപോകും എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും, വളരെ ശക്തമായിട്ട് തന്നെ അല്ലേ? ശക്തമായിട്ട് തന്നെ പോകും. അതിനകത്തൊരു ദാക്ഷിണ്യമില്ല.